ഹായ് ഹായ് എങ്ങത്തോന്നു ഒന്നുകൂടെ ഹായ് പറയാവേ. ഹായ്. അപ്പൊ ഇന്ന് നമ്മുടെ വിശേഷം അറിയാലോ അല്ലേ? കുഞ്ഞപ്പെണ്ണിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ വേണ്ട കുഞ്ഞപ്പെണ്ണിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാ സെൽഫ് നമ്മള് വലുതായിട്ടൊന്നുമില്ല, ഒരു 3-4 ബലൂൺ ചെയ്ത് പിന്നെ കേക്ക് മുറിക്കാൻ പോണ്. പിന്നെ കുഞ്ഞപ്പെണ്ണിനെ ഇത്തിരി സുന്ദരിയാക്കി. അപ്പൊ അതിനു മുന്നേ നമുക്ക് ആദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ഷോബൂസിനെ ഇവിടെ ഇരുത്തണം. നമ്മൾ കസേരയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ ഇരുത്തുക എന്നുള്ളത് ഇത്തിരി ഒരു ചടങ്ങാണ്. നമുക്ക് ഇരുത്താം. എന്തായാലും അമ്മ അകത്ത് കയറില്ല. അപ്പൊ നമുക്ക് അമ്മയോട്ട് പങ്കെടുപ്പിക്കുകയും വേണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ രണ്ടിനും കൂടെ പറ്റിയ ഏക ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർച്ചിൽ വെച്ച് കേക്ക് മുറിച്ച അമ്മയെയും നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആക്കാം. നമ്മുടെ കേക്ക് മുറിച്ചതുമായി സെലിബ്രേറ്റ് ചെയ്തതുമായി എല്ലാവരും ചേർന്നതുമായി ഹാപ്പിയുമായി. അപ്പൊ അതാണ് നമ്മുടെ എയിം. അപ്പൊ നമ്മളിതേ കണ്ടല്ലേ അല്ലേ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഷോബൂസിന് ഇവിടെ എത്തിക്കാമെന്ന് നോക്കാം. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞാലൊന്നും കൺവിൻസ് ആവാൻ സാധ്യതയില്ല. കേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ അറിയാലോ നിങ്ങൾക്ക്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ് ഫുഡാണ്. ഫുഡിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആളിവിടെ തന്നെ ഉണ്ട്. വിളക്കെത്തിച്ച സമയമായിട്ട് തോന്നുന്നു ഇപ്പൊ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. ചപ്പലിട്ടോട്ടെ, ചപ്പല്. അമ്മ അമ്മ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് എവിടെ ടീപ്പോയും കസേരയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാ? എന്തിനാണെന്ന് മനസ്സിലായോ? അത് ഇന്ന് കുഞ്ഞിയുടെ ജന്മനാളല്ലേ, അപ്പൊ നമ്മളെ കേക്ക് മുറിക്കാൻ പോണ്. അതിനാണ് ദേ അവിടെ എല്ലാം പറക്കിട്ടേക്കണേ, കസേരയും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കേക്ക് മുറിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വന്നിരുന്ന് കേക്ക് മുറിക്കണത്. ശരി, ചെരുപ്പ് ഊരിയാ മതി. ചെരുപ്പ് ഊരിയിട്ട് നമുക്ക് അകത്ത് കയറി കേക്ക് മുറിക്കാം. ഞാൻ കയറൂല അമ്മ. അതുകൊണ്ടാ നിങ്ങൾ അകത്ത് കയറാത്തോണ്ടാണ് നമ്മൾ ദേണ്ട ഈ കാറിനെയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് അവിടെ ചെയ്തത്. അവിടെ അവിടെ ഞാൻ കയറില്ല. ഇവിടെ കയറിയ പൂയനാളിന് എന്ത് പറ്റും? ഞാൻ കയറൂല അമ്മ. ദേണ്ട ഇവിടെ ആ കസേര ഇട്ടിട്ട് ഞാൻ ഈ മിറ്റത്തിച്ചേ ഉള്ളു. ഈ മിറ്റത്ത് നിന്ന് എങ്ങനെ കേക്ക് മുറിക്കും അമ്മ? അത് മോശമല്ലേ? മിറ്റത്തിക്കാൻ നേരത്തെ നീ അവൾ മുറിക്കുന്നേ അത് മോശം അമ്മ. നമ്മളിവിടെ അങ്ങനെ മുറിക്കുന്നേ കാണാം. അമ്മ മുറ്റത്ത് നിന്ന് കേക്ക് മുറിച്ചിട്ട് നിങ്ങൾക്ക് അത് പങ്ക് ഞാൻ എങ്ങനെ തരും? അത് മോശമല്ലേ? ഞാൻ കയറൂല, ഞാൻ കയറൂല. അമ്മ എന്റെ മോനാണ്. അതിനെന്ത്? അങ്ങനെ ഞാൻ കയറൂല. അതിനെന്ത്? ഞാൻ കയറൂല, ഞാൻ കയറൂല. പെരക്കകത്തൊന്ന് നിങ്ങൾ പെരക്കകത്ത് കയറൂലെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ കേക്ക് മുറിക്കണം. ഞാൻ ഇവിടെ ഒന്നും കയറൂല അമ്മ. അതുകൊണ്ട് അവിടെ അമ്മ ഞാൻ ഈ മിറ്റത്തിഞ്ചുള്ളു. നല്ല ക്രീമിന്റെ കേക്കാണ്. അവിടെ മുറിക്കാം, ഒരു പ്രശ്നമുണ്ട്. ഈ ക്രീമിന്റെ കേക്ക് അവിടെ വെച്ച് മുറിച്ചിട്ട് ആ കേക്ക് നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവരണ നേരം കൊണ്ട് മനസ്സിലായി. ഈ തുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് പിള്ളേര് തട്ടിപ്പറിച്ച മുഴുവൻ കേക്കും പിള്ളേർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ അല്ല, അതെങ്ങനെ ശരിയാവും? പിള്ളേർക്ക് അത്രയും വേണോന്ന് പറയൂലേ? പിള്ളേർക്ക് അത്രയും പറയില്ല. പറയും, പറയൂന്ന് പിള്ളേര് പറയും. പിള്ളേര് പറയും അമ്മ നമുക്ക് മുഴുവൻ കേക്ക് വേണം, അച്ചാമ്മയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് പിള്ളേർ കൊടുത്തു പോകൂലേ? പറയില്ല. നിങ്ങൾ അങ്ങോട്ട് വന്നിരിയമ്മ. എനിക്ക് നിങ്ങളെ പിടിക്കാൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്നത്തെ പോലെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാത്തത്. നിങ്ങൾ അവിടെ വന്നിരിക്കുക, നമുക്ക് കേക്ക് മുറിക്കാം. ചെരുപ്പ് ഇടണ്ട, അതാണ്ട് ഇവിടെ. ഞാൻ കയറൂല. ഇന്നൊരു ദിവസത്തേക്ക് കയറും. ഇന്നൊരു ദിവസത്തേക്ക് കയറും. ഇന്നൊരു ദിവസത്തേക്ക് കയറും. കയറൂല. ഇനി വലിക്ക് പിടിച്ച് വേണ്ട, ഞാൻ കയറിയില്ല. ചിലപ്പോ ഇവിടെ ഊറ്റിട്ട് വരാം. എന്തൊക്കെ സംഭവിക്കുമോ? എന്തൊരു സംഭവിക്കുമെന്ന്? പൂയ നാളായോണ്ടാ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നാ? ഒന്നും സംഭവിക്കില്ല. ചെരുപ്പൂര്. എന്റെ ഭഗവാനെ, ഒരു ചെരുപ്പൂര എന്തോ. കാലെനക്ക് കാലൂര് അമ്മ, കാലൂര് അമ്മ, കാലൂര് അമ്മ, കാലൂര്. കാലെടുക്ക്. കേറ്. ഓ ഇതാ വരുന്നു. ഇന്നൊരു ദിവസത്തേക്ക്. ഇന്നൊരു ദിവസത്തേക്ക്. അവിടെ. കേറൂല. കേറണ്ട. ഇന്നൊരു ദിവസത്തേക്ക്.
കേക്ക് പറഞ്ഞാ കേറൂന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓ അപ്പൊ ഇനി നമുക്ക് നമ്മളെ താരത്തിനെ കാണണ്ടേ? താരം അവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിപ്പോണ്ട് താരത്തിനെ കാണാം. വാ അകത്ത് കേറ് വാ. അപ്പൊ ബർത്ത്ഡേ കാര്യം ഇങ്ങോട്ട് വിളിക്കാവേ. സുന്ദരി വായോ എന്റെ സുന്ദരി വായോ. ബഹളം വെക്കല്ലേ, വേണ്ടോ. ഇത് നില്ലിവിടെ നില്ല് പറയട്ടെ. ഇത് നമ്മുടെ വൃന്ദ ചേച്ചി അയച്ചു തന്ന ഉടുപ്പാണ് കേട്ടാ. ഞാനത് എടുക്കാണ്ട് വെച്ചിരുന്ന്. അപ്പൊ അവളെ ബർത്ത്ഡേ ആണെന്നപ്പോ ഞാൻ അതിനെ എടുത്തപ്പോ അവൾക്ക് നല്ല പാകമായ ഉടുപ്പ്. അപ്പൊ താങ്ക്സ് ചേച്ചി. എന്റെ കുഞ്ഞപ്പെണ്ണിന് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, മറ്റേത് ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സമ്മാനം കൊടുക്കാനോ ഒന്നിനും. അപ്പൊ അതിന് വെരി താങ്ക്സ് ടു യു ഓൾ. കുഞ്ഞു വാ. കൊള്ളാമോന്നേ കൊച്ചിന്റെ ഉടുപ്പ്? കൊള്ളാമോ? ഇതിപ്പോ പായച്ചതാ. ഓ ഇതിപ്പോ ഒരു ചേച്ചി സമ്മാനം കൊടുത്തത്. കൊള്ളാമോ? ആ വെള്ളത്തിൽ കിടന്നായി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ആ ഉടുപ്പിന്റെ മോഡലാണമ്മ അത്. തുമ്പ അത്ര വെള്ളത്തിൽ കിടന്നായി. അതാ ഉടുപ്പിന്റെ രീതിയാണ്. കുഞ്ഞിഞ്ഞ് വാ, ഇനി വാ. പിന്നെ വേറൊരുണ്ട്, കുഞ്ഞിക്ക് എപ്പ വേണേ ഇറങ്ങിയാലും ആ പൂക്കളിലൊന്ന് തൊട്ട് പരിചയപ്പെടും. ശരി, അപ്പൊ ഞാന് നമ്മുടെ കേക്ക് എടുത്തോണ്ടോട്ടെ. പെട്ടെന്ന് കൊണ്ടുപോവാ, എനിക്ക് ഇറങ്ങി പോണം. തന്നെ പെട്ടെന്ന് കൊണ്ടുപോവാ. പൂയം നാളാടാ. എന്താ പ്രശ്നം? മിണ്ടാതിരിയടാ. ചോദര് അച്ചാമ്മേരെ ചോദര്. നന്ദൂസേ അച്ചാമ്മേരെ ചോദര്. ആ പൂരനാളില് മകന്റെ വീട്ടിൽ കയറി എന്ന് കുഴപ്പം. കരക്കട മോന്റെ വീടാണ്, നമുക്കാണ് ദോഷം. എന്താ ദോഷം പറ്റണം? ഒരു നാളിന് ആദ്യം വീട്ടിക്ക് മുറിക്കട്ടെ കുഞ്ഞാ. അതൊന്നും കുഴപ്പമില്ല അച്ചാമ്മ, ഏത് നാളെ കേക്ക് മുറിക്കട്ടെ. ഞാൻ കയറൂല. ഇപ്പൊ വീണനെ. ഏത് നാളെ ഞാൻ എടാ ഇത്ര അടങ്ങടാ, പെണ്ണിനെ കാട്ടി അപ്പുറാവാതെ നീ. ഒന്നില്ല അടങ്ങ്. ഇനി സ്റ്റിക്കില് പോയി. അപ്പൊ നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടുണ്ട്, മാറ്റിക്കോ. കൊണ്ട് കളഞ്ഞിട്ടോ മക്കളെ, അങ്ങോട്ട് താരി. ഇനി ആ തരാം കുഞ്ചിപ്പെണ്ണ് കേക്ക് മുറിക്ക്. അവിടെ നിന്നാ മതി. അവളുടെ പിറന്നാളാണ്, കേക്ക് മുറിക്കട്ടല്ല. ഒരു സന്തോഷം ഇല്ലാത്തത് ഇരിച്ചോണ്ട് നില്ലേ? നീ ഇവിടെ വാ. ഞാൻ ഇവിടെ ഇരിക്കാം ഈ കസേരയില്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചുന്നരിക്ക് നീയേ ചുന്നരിക്ക് കോഫി എടുക്കാന്ന്. ഓ ശരി ശരി മക്കളെ, അതിന് രണ്ടൂർ കൂടെ. അവിടെ പാത്രം എടുത്തോണ്ട് മുറിച്ചു തരാം. അയ്യോ ചളാക്കല്ലേ. പെട്ടെന്ന് ഓ തരാം അയ്യേ. പെട്ടെന്ന് ഇത് തന്നെ തിന്നിട്ട് പോകാൻ പറഞ്ഞേ. ഓ തരാം. അടിച്ചോന്ന് പറയും. തണുപ്പാണേ. അതെ, പാത്രം വന്ന് ആദ്യം ഷോബൂസിനെ കൊടുക്കണം. കഴിക്കും. അവിടെ ഇരുന്ന് കഴിക്കേ. ഇരുന്ന് കഴിക്കേ. ആരും പിടിച്ചോണ്ട് പോവില്ലല്ലോ. ഇങ്ങനെ ഇറങ്ങി ഓടണ എന്തിനാണ്? ഓടണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞീര ബർത്ത്ഡേ ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. രാവിലെ അംഗൻവാടിയിൽ വെച്ച് ഒരു പാത്രം കൂടെ എടുക്കാതെ. കൂടെ അതെ, രാവിലെ കുഞ്ഞിന്റെ കൂട്ടുകാരുടെ കൂടെയാണ്. ഇപ്പം നമ്മൾ വീട്ടിലും വെച്ച് മതി.
ഞാൻ പറഞ്ഞില്ല കോഫി അലർജി ആയിരിക്കും. ശരി ഇല്ല പാത്രം തേച്ച് തരാം മക്കളെ അകത്തോട്ട് പോ. മതി മക്കളെ ഇനി അകത്തോട്ട് പാത്രം തേച്ച് തരാടി. ഇനി അടുത്തോട്ട്. അപ്പം കേക്ക് ഒന്ന് അകത്ത് കൊണ്ടുപോക്കോട്ടെ, ഇല്ലെങ്കിൽ എല്ലാം അലമ്പാവും. എന്റെ സെലക്ഷൻ ആണ് correct. എല്ലാരും പോകുമ്പോ അവരൊറ്റയ്ക്ക് ഉള്ളൂ. ഇതാ വരണം പിള്ളേരെ വെളി നിൽക്കാൻ പറ. ആരാട് നോക്കിയല്ല അമ്മച്ചനും പറഞ്ഞു നമ്മൾക്ക് വെള്ള കളറുള്ള കേക്ക് മതി. നമ്മൾ ഞാൻ പറഞ്ഞത് വേണ്ട ഇത് പറഞ്ഞു. ഇത് കൊള്ളാല്ല. അച്ഛമ്മ കൊള്ളാവൂന്ന് ചോദിച്ചു. അപ്പോ നമ്മുടെ കുഞ്ഞമ്മയുടെ ബർത്ത്ഡേ അല്ല കുഞ്ഞിപ്പെണ്ണ്, എല്ലാരും കുഞ്ഞമ്മ എന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞു. നമ്മളങ്ങ് പെട്ടെന്ന് വന്നു പോകും. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ ബർത്ത്ഡേ കേക്ക് മുറിച്ചു. കൊള്ളാവോ അമ്മ? രുചിയുണ്ടാ? നക്കല്ലേ, അങ്ങോട്ട് കഴിച്ചാണ് അങ്ങോട്ട്. കൈ നക്കണ എന്തിന്? മതി. ചോറ് മതി. ചോറ് മതി. ഇത് മതി. ഇത് കഴിച്ചതല്ലേ എളുപ്പം ചേർന്നു. പാത്രം ഞാൻ കയ്യേരി വിട്ടു. ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ കയ്യേരി പോവാ. അപ്പൊ നമ്മുടെ കേക്ക് മുറി കഴിഞ്ഞു. കേക്ക് മുറിച്ചിട്ട് എല്ലാരും കഴിച്ച് വന്നിരിക്കുകയാണ്. അമ്മ നേരെ ബാക്കിൽ പോയി. അമ്മയെ അറിയാലോ, നിർബന്ധിച്ച് നമുക്ക് അകത്ത് കയറ്റാനൊന്നും പറ്റത്തില്ല. അവിടെ തന്നെ കയറാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെ ഇപ്പൊ പുലമ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി കൂടുതൽ നിർബന്ധിച്ചൊന്നും അമ്മയെ കയറ്റാൻ പറ്റൂല. പണ്ടത്തെ ആളല്ല ഇപ്പൊ ഒരുപാട് മാറിപ്പോയി. ആദ്യമൊക്കെ ഞാൻ ഓണത്തിനൊക്കെ നിർബന്ധിച്ച് കയറ്റി ഇവിടെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ അമ്മ ഇച്ചിരി കൂടി എന്താ പറയാ വേറൊരു ലെവലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ചിന്തിച്ച തരത്തിൽ നമ്മൾ നോർമൽ ഒരു പേഴ്സണ് കൂടുതൽ പാമ്പറും കൊടുക്കുമ്പോൾ അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പാമ്പറും കൊടുത്ത് അമ്മ ഇച്ചിരി എന്താ പറയാ അഗ്രസീവ് ആവും. അതാണ് കറക്റ്റ് വേർഡ്. അങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ പിടിച്ച് വലിച്ചൊന്നും കയറ്റാനൊന്നും പറ്റൂല. എന്നെ പിടിച്ച് തള്ളിയിടും. എനിക്ക് ആവതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കേക്ക് മുറി എങ്ങനെ കഴിഞ്ഞ് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് സൈഡ് സെറ്റ് ചെയ്തത്. പിന്നെ വേണ്ട, ഇത് ലാച്ചിയാണ് ആക്ച്വലി. ഞാൻ വേണ്ടില്ലേ ഇതിനെ ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ നമ്മുടെ അത് കാർ ഷെഡാണ് കേട്ടോ. നമ്മൾ അതിനെ അടിപൊളിയാക്കി സെറ്റാക്കി. ഇതിൽ കാണിച്ചു കൊടുക്കരുത് ലാച്ചിയാണെന്നുള്ളത്. കാണിച്ചു കൊടുക്കരുത്. ആക്ച്വലി ലാച്ചിയാണ്. ഞാൻ അതിന് ഹാഫ് സാരി മതി. ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഫ് സാരി. ഇവളെപ്പോഴും സാരി ചുറ്റിക്കൊണ്ട് കിടക്കും ഇത് ഷോൾ എടുത്ത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഹാഫ് സാരി മാതിരി ആക്കിയതാണ്. ഇത് ആക്ച്വലി ലാച്ചിയാണ് എന്റെ ഫുൾ ഇത്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എന്റെ കുഞ്ഞിപ്പെണ്ണിന് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാരോടും വെരി താങ്ക്സ് ടു യു ഓൾ. എല്ലാരോടും താങ്ക്സ് പറയുന്നു. എന്താ പറയാ, അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇതോടെ അവസാനിച്ചേക്കും. ഇനി അമ്മയ്ക്ക് ചോറൊക്കെ കൊടുക്കണം, ഇനി തിരക്കുണ്ട്. അപ്പൊ ബർത്ത്ഡേ വിഷസ് തന്നെ എല്ലാവർക്കും വെരി താങ്ക്സ്. നമ്മുടെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇതോടെ കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞതായിട്ട്, ആഘോഷങ്ങൾ കഴിഞ്ഞതായിട്ട്. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.